ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ രജനിയാണെങ്കിൽ അതിനെ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഞാൻ വരുന്നില്ല മമ്മി, ചായ കുടിക്കാൻ ഇരുന്നതിന് അങ്കിൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ടേബിൾ മാനേഴ്സ്, ചായ കുടിക്കാൻ പോലും ഉണ്ടാകും അങ്കിളുടേതായിട്ടുള്ള സ്റ്റൈല്. എനിക്കതൊന്നും പറ്റില്ല, എനിക്കതൊന്നും അറിയില്ല മമ്മി എന്ന് പറയുമ്പോൾ, ഇല്ലടാ, ആകാശ് ഇവിടെ ഇല്ല, ഓഫീസിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ സമയം വൈകുമെന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. മമ്മി എന്താ മമ്മി ആകാശങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എല്ലാം കേട്ടിരുന്നത്? ഒന്നും ചോദിക്കാത്തത് എന്താന്ന് ചോദിക്കുമ്പോ രചന പറയണ്ട്, നിന്റെ അടുത്ത് ആരാ പറഞ്ഞ ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ എല്ലാം ചോദിച്ചിരുന്നു, എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. പിന്നെ നീ പോയി കഴിഞ്ഞപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ച ആകാശോട് വഴക്കിട്ടതുമാണ്. എന്നിട്ട് ആകാശങ്ങൾ എന്ത് പറഞ്ഞു? അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. എനിക്കറിയാം ആകാശങ്ങളിൽ എങ്ങനെയാ ഇത്ര മാറ്റം വന്നെന്ന്. മമ്മിയുടെ ഫ്രണ്ട് ഇവിടെ വന്നേ പിന്നെയാ ആകാശങ്ങൾ മാറിയത്. ആര്? സുമിതയോ? പിന്നല്ലാതെ. മമ്മി കാണാനിട്ടാ അവര് തമ്മിൽ സംസാരിക്കണതേ ഞാൻ കാണാറുണ്ട്. എടാ, നീ സുമിതനെ തെറ്റിദ്ധരിച്ചിരിക്കുക. നീ വിചാരിക്കുന്ന പോലെയല്ല സുമിത. അവൾക്ക് ആകാശിനെ നന്നായിട്ട് അറിയാം. ഒരിക്കലും ആകാശിന്റെ വലയിൽ അവൾ വീടില്ല. പിന്നെ അവൾ എന്ത് കണ്ട ആകാശിനെ പ്രണയിക്കണം? അവളെ പണക്കാരിയാ, ഈ ആകാശിനേക്കാളും ഇരട്ടി പണക്കാരി. അവൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആകാശിന്റെ നിലനിൽപ്പ്, ആകാശിനെ കൂടെ നിൽക്കേണ്ട കാര്യമേ അവൾക്കില്ല എന്ന് പറയാണ്. പിന്നെ സുമിത എന്നെ സഹായിക്കാൻ വന്നാണ്, നിനക്കറിയാവോ? ഡാഡിയുടെ മുമ്പിൽ വരെ പോയി സുമിത സംസാരിച്ചാണ് നമുക്ക് വേണ്ടിയിട്ട്. അതൊക്കെ വേറെ ആര് ചെയ്യോടാ? അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അതൊക്കെ സംസാരിക്കാൻ പോയത്. മമ്മി, ഞാനൊരു കാര്യം പറയാം, നമ്മളിവിടെ മാറി നിന്നാൽ മാത്രമേ ഡാഡി നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേറൊരു വാടക വീടെടുത്ത് താമസിക്കാം. അതാകുമ്പോഴേക്കും ഡാഡി നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ആ വാടക വീട്ടിൽ വന്നിട്ട് ആകാശങ്ങൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഡാഡി അത് ചോദിച്ചോളും. നീയല്ലേ പറഞ്ഞത് വാടക വീട്ടിലേക്ക് ആദ്യം മാറണ്ടെന്ന്? അതെ, എനിക്ക് ആദ്യം അങ്ങനെയാ തോന്നുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് വേറെ എവിടെയും മാറുന്നതാ നല്ലതെന്ന്. നീ തന്നെ രണ്ടും പറയാ. നീ എന്താ മോനെ ഇങ്ങനെ? നമുക്ക് ആലോചിക്കാം എന്ന് പറയാണ്. അപ്പോ ആദ്യം പറയണ്ട്, ആദ്യമൊക്കെ ഇഷിതാമ്മ ഒഴിഞ്ഞു മാറിത്തരാവുന്ന രീതിയിലേക്കാണ് സംസാരിച്ചത്. എനിക്കും ഡാഡിക്കും മമ്മിക്കും ഒക്കെ ഒരുമിച്ച് താമസിക്കണമെന്ന് പറയുമ്പോൾ ഇഷിതാമ്മ ഒഴിഞ്ഞു മാറിത്തരാന്ന് എന്നോട് സംസാരിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇഷിതാമ്മ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ രചന പറയണ്ട്, നിനക്കിതുവരെ അവളുടെ സ്വഭാവം മനസ്സിലായില്ലേ? അവള് പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോവില്ല മോനെ. നീ സ്വപ്നം കാണുന്നത് നിന്റെ ഡാഡി മമ്മി ചിപ്പിയൊക്കെ ഒന്നിച്ച് താമസിക്കണതല്ലേ? അത് നമുക്ക് നേരിൽ ശരിക്കും സംഭവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരാളുടെ സഹായം വേണം. അതിന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് സുമിത, അവള് ഓക്കെ ആക്കി തരാന്ന്. ആ ആന്റി എന്ത് വാക്കാ മമ്മിക്ക് തന്നത്? എങ്ങനെ മമ്മീനെ ഡാഡിനെ ഒന്നാക്കാന്ന ആന്റി വാക്ക് തന്നത്? അതൊന്നും നീ ഇപ്പൊ അറിയണ്ട. എന്തായാലും സുമിത എന്നെയും മഹേഷിനെ ഒന്നാക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. നീ ഒരു കാര്യം ചെയ്, വാ ചായ കുടിക്കാം, താഴ്ത്തു വാ. ഇല്ല, ഞാൻ വരുന്നില്ല മമ്മി. എന്നാ ചായ സ്നാക്സുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നോട്ടെ? എന്ന് ആദ്യം പറയാണ്. അങ്ങനെ രചന ചായ എടുക്കാൻ വേണ്ടി നിലത്തേക്ക് പോകുമ്പോഴേക്കും ആദ്യം മനസ്സിൽ വിചാരിക്കുകയാണ്, എന്ത് ശരിയാവാൻ, ഒന്നും ശരിയാവാൻ പോകുന്നില്ല എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ചിപ്പി വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഹേഷും ഇഷിതയും അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. ചിപ്പി മോൾക്ക് ഇത് എന്ത് പറ്റി എന്ന് മഹേഷ് ചോദിക്കണം. എന്ത് പറ്റി? ഇന്ന് ക്ലാസ്സിൽ പോയപ്പോ കൂട്ടുകാരി വന്നില്ലേ? വന്നു. ചിപ്പി മോളുടെ വിഷമം കണ്ട ഇന്ന് രചന മമ്മി വന്നിട്ട് എന്തെങ്കിലും ചിപ്പി മോള് പറഞ്ഞോ? അതിന് മമ്മി ഇന്ന് സ്കൂളിൽ വന്നില്ലല്ലോ. പിന്നെ എന്താ പ്രശ്നം? അപ്പൊ ഇഷിത ചോദിക്കുന്നത്, ആദ്യം ഇന്ന് സ്കൂളിൽ വന്നില്ലേ? വന്നല്ലോ. ആദ്യം എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കുമ്പോ ചിപ്പി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അതാണ് കാര്യം. ആദ്യം എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അവന് ടൂർ വരണമെന്ന് പറഞ്ഞു കാണുമായിരിക്കും അല്ലെ എന്ന് മഹേഷ് ചോദിക്കുകയാണ്. അവൻ ടൂർ വരട്ടെ മോളെ ഇപ്പൊ തന്നെ ആദ്യം വിളിച്ച് പറ അവനോട് ടൂർ വരാൻ റെഡി ആയിക്കോളാൻ. അതൊന്നുമല്ല, ആദ്യേട്ടൻ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞില്ല. പിന്നെ എന്താ ആദ്യം പറഞ്ഞത്? അത് ഡാഡി, പിന്നെ പറ മോളെ, എന്താ ആദ്യം പറഞ്ഞതെന്ന്? അത് ഇന്ന് സ്കൂളിൽ വന്നപ്പോ ആദ്യേട്ടന്റെ നെറ്റും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താന്ന് ചോദിച്ചപ്പോഴാ ആദ്യേട്ടൻ പറഞ്ഞതു ആകാശങ്ങള് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് മഹേഷിനോട് പറയാട്ടോ. ചിപ്പി, നിന്റെ ഡാഡിയുടെ സ്വഭാവം നീ കാണിക്കോളൂ, നല്ലതായിട്ട് അന്നൊക്കെ പിറന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം ചോദിച്ചല്ലോ, അതെ, ആകാശങ്ങൾ എന്റെ ഡാഡിനെ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതും എല്ലാം തന്നെ പറയാട്ടോ. അപ്പൊ ഇഷിത ചോദിക്കണ്ട്, ആദിയുടെ നെറ്റി മുറിഞ്ഞിട്ടുണ്ടോ? മുറിഞ്ഞിട്ടുണ്ട്, പേടിച്ച് വീണതെന്നാ ആദ്യേട്ടൻ പറഞ്ഞത്. മഹേഷ് പറയുന്നുണ്ട്, അവനത് പേടിച്ച് വീണതായിരിക്കില്ല, ആകാശം തള്ളിയിട്ട് തന്നെയായിരിക്കും. അവൻ എന്റെ മോന്റെ നേരെ കൈ വെക്കാൻ തുടങ്ങിയല്ലേ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ട്, ഡാഡി, നമുക്ക് ആദ്യേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ആദ്യേട്ടൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആദ്യേട്ടനെ കൊല്ലും, എനിക്ക് ഉറപ്പാ. ഡാഡി, എനിക്ക് എന്റെ ആദ്യേട്ടനെ വേണം, ആദ്യേട്ടനെ ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട്, മോളെ, നമ്മൾ ആദ്യം എത്ര പ്രാവശ്യം ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചതാ. ഞാനും വിളിച്ചു അമ്മ ഇന്നലെ ആദ്യേട്ടൻ ഇങ്ങോട്ട് വരാനായിട്ട്. പക്ഷെ ആദ്യേട്ടൻ വരില്ലെന്നാ പറയണത്. മഹേഷ് ചോദിക്കണ്ടല്ല, ഇതൊക്കെ നടന്നിട്ടും ആ രചന ഒന്നും മിണ്ടാതെ നിന്നു എന്നാണോ ആദ്യം പറഞ്ഞത്?
മമ്മിയൊന്നും പറഞ്ഞില്ലെന്നാ ആദ്യേട്ടൻ പറഞ്ഞത്. അല്ലെങ്കിലും അവളൊന്നും പറയില്ലല്ലോ. അവൾക്ക് അങ്ങനെ ആകാശിനെ പിണക്കാനൊന്നും സാധിക്കില്ലല്ലോ. എന്തായാലും ഇത് ഞാൻ വെറുതെ വിടില്ല. എന്റെ മോന്റെ ദേഹത്താ അവൻ കൈ വെച്ചിരിക്കുന്നത്. ഈ മഹേഷിന്റെ ദേഹത്താ ചോര പൊടിഞ്ഞത്. എന്തായാലും അവന് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ പോകുക കേട്ടോ, വഴക്കുണ്ടാക്കാനായിട്ട്. എന്നെ പിടിച്ചു നിർത്താണ് സ്വപ്നവലി രാമനാഥനെ. നീ എങ്ങോട്ടൊക്കെ പോണത്? കാര്യം പറയടാ. ചിപ്പി നിന്നോട് എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഹേഷ് 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 ഇപ്പൊ പോവണ്ട. ആഹാ, ഞാൻ മിണ്ടാതിരിക്കണമെന്നാണ് താൻ പറയണത്. മിണ്ടാതിരിക്കണമെന്നല്ല മഹേഷ്, ഇപ്പൊ മഹേഷ് പോയാൽ ശരിയാവില്ല. മഹേഷ് ഇപ്പൊ പോവണ്ട മഹേഷ് എന്ന് പറയാണ്. അപ്പോഴേക്ക് ഇഷിതയുടെ കൈ മാറ്റാൻ നോക്കണ്ട് മഹേഷ്. എല്ലാരും മഹേഷിന്റെ കൈ പിടിക്കുക കേട്ടോ. അപ്പൊ രാമനാഥൻ ചോദിക്കട്ടെ, എന്താ എന്താ മക്കളെ പ്രശ്നം? ആരെങ്കിലും ഒന്ന് പറ. ഇപ്പൊ ഇഷിത പറയുന്നുണ്ട്, അച്ഛാ അത് വേറൊന്നുമല്ല. ചിപ്പിമോളെ വിഷമത്തിനെ കാരണം ആദിയുടെ നെറ്റി മുറിഞ്ഞു. ആകാശങ്ങൾ എന്തോ പറഞ്ഞ് പേടിപ്പിച്ചപ്പോ അവൻ നിലത്ത് വീണതെന്നാ അവൻ പറഞ്ഞത്. മഹേഷ് പറഞ്ഞ അവൻ നിലത്ത് വീണതല്ല, അവൻ തള്ളിയിട്ടതാ. എനിക്കുറപ്പാ. എന്റെ മോനെ അവൻ തള്ളിയിട്ടു. ഈശ്വര, നല്ല മുറിവാണ് മോനെ എന്ന് സ്വപ്നോട് ചോദിക്കുമ്പോ, അറിയില്ലമ്മേ, കണ്ടിട്ടില്ലല്ലോ, എനിക്ക് അവനെ കാണണം. ആ ആകാശിന് എന്റെ മകന്റെ നേരെയാ അവൻ കൈ ഒങ്ങിയത്. കഴിഞ്ഞ ദിവസം ഇഷിതരെ വണ്ടി തടഞ്ഞ് ഇഷിതനെ ഭീഷണിപ്പെടുത്തിയവൻ. അത് ഞാൻ പോട്ടെന്ന് വെച്ചു. ഇഷിത തർക്ക മറുപടി കൊടുത്തോണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ മോന്റെ നേരെയാ കൈ ഓങ്ങിക്കണത്. അവനെ എന്റെ കുടുംബത്തിന് നേരെ കളിക്കാൻ തുടങ്ങിയിട്ട് എന്നൊന്നല്ല അല്ല, വിനോദ് ജയിലിലായി. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. എനിക്കിപ്പൊ തന്നെ ചോദിക്കണം. മഹേഷ് ഇപ്പൊ പോവണ്ട, ശരിയാവില്ല എന്ന് ഇഷിത പറയാണ്. എന്ത് ശരിയാവില്ലെന്ന് താൻ പറയണത്? വേണ്ട മഹേഷ് ഇപ്പൊ പോവണ്ട. അപ്പൊ രാമനാഥനും പറയണ്ട, അതേ മോനെ, മോള് പറഞ്ഞത് ശരിയാ, മോൻ ഇപ്പൊ പോവണ്ട. അവൻ എവിടെ അന്വേഷിച്ച് പോകുമ്പോ ആ മോൻ മോൻ എന്ന് ചോദിക്കുമ്പോ, അവൻ എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇഷിത പറയണ്ട, വല്ല മദ്യ ഷാപ്പിലോ ക്ലബിലോ ബാർ ഷോപ്പിലൊക്കെ ആയിരിക്കും. മഹേഷ് അവിടെ നിന്ന് പോവണ്ട, ശരിയാവില്ല മഹേഷ്, മഹേഷ് പോവണ്ടെന്ന് എന്ന് പറയുമ്പോഴേക്കും, എനിക്ക് പോയേ പറ്റൂ ഇഷിത. താമര എന്റെ കൈവിട്. നോക്ക്, എന്റെ മോന്റെ ദേഹത്ത് അവൻ കൈ വെച്ചേക്കണത്. എനിക്ക് സമാധാനത്തോടെ ഒന്ന് കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അവന് പോയി കാണണം. കൈ വിട് ഇഷിത. അത് പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റിട്ട് മഹേഷ് അവിടെ നിന്ന് പോകാട്ടോ. മഹേഷ് പോയിക്കുമ്പോഴേക്കും ഇഷിതടുത്ത് പറയുന്നുണ്ട് രാമനാഥൻ, അവനിപ്പോ എന്തിനു പുറപ്പെടാൻ മോളെ? എനിക്കറിയില്ല. മഹേഷ് ഇപ്പൊ എന്തൊക്കെ ചെയ്താലും അതൊന്നും ഇതാ പ്രശ്നമാകും അച്ഛാ. കാരണം വെച്ച് കഴിഞ്ഞാല് മഹേഷ് ഇപ്പൊ എന്ത് കംപ്ലൈന്റ് കൊടുത്താൽ പോലും ആകാശിന്റെ രചനയുടെ വീട്ടിൽ നിന്ന് ഒരിക്കലും ആദ്യം ഇങ്ങോട്ടേക്ക് വരില്ല. അവരോട് നമ്മൾ കാല് പിടിച്ച് പറഞ്ഞല്ലോ ഇങ്ങോട്ട് വരാൻ. അവനവന്റെ മമ്മീനെ വിട്ട് വരില്ല. ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അവനവന്റെ മമ്മിയുടെ കൂടെ നിൽക്കുള്ളൂ. അവനൊന്നും സംഭവിച്ചിട്ടില്ല. മമ്മിക്ക് വേണ്ടി അവൻ വേണമെങ്കിൽ അങ്ങനെ പറയും. അതുകൊണ്ട് ഞാൻ മഹേഷ് അടുത്ത് ഇപ്പൊ പോവണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പോ മഹേഷ് പോയിക്കട്ടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല അച്ഛാ എന്നിങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ മഞ്ജുമയാണെങ്കിൽ ഒളിഞ്ഞു കേൾക്കാട്ടോ എല്ലാം. എന്നിട്ട് വാതിലടച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വാതിലടച്ചിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. മഹേഷ് ആണെങ്കിൽ ഭയങ്കര സ്പീഡില് ക്ലബിലേക്ക് ഇങ്ങനെ പോവാട്ടോ ആകാശിനെ കാണാനായിട്ട്. മഞ്ജിമ ഫോൺ എടുത്തിട്ട് രചനയുടെ ഫോൺ ചെയ്യാട്ടോ. ഹലോ രചന. ആ മഞ്ജിമ പറ. അത് ഇവിടെ ഒരു വലിയ പ്രശ്നം. ആ പറ മഞ്ജിമേ. അപ്പോഴേക്കും അത് കേട്ടുകൊണ്ട് സ്വപ്നയിലെ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും മഞ്ജിമ ഫോൺ കട്ട് ചെയ്യാട്ടോ. നീ ആരാടി ഇപ്പൊ വിളിച്ചത്? അത് പിന്നെ എന്തൊരു കഷ്ടം ഇത്. എന്റെ പിന്നാലെ ചെവിയും കൂർപ്പിച്ച് വരൂ. അച്ഛന്റെ രോഗം അമ്മക്കും പടർന്നു എന്ന് ചോദിക്കുമ്പോ തന്നെ സ്വപ്നയിൽ ഒരു ഒറ്റ മുഖത്തിട്ട് അടിവെച്ച് കൊടുക്കുക കേട്ടോ. നീ നന്നാവില്ലടി. നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എന്നെ നീ ഇങ്ങനെ തന്നെ ചെയ്യണം. നീ ഇപ്പൊ വിളിച്ചത് ആ രചനയിലല്ലേ? ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ നീ ആരാടി? അവളുടെ ചാരപ്പണി ഏറ്റെടുത്തിരിക്കുന്നു. അതെ, ഞാൻ രചനയെ തന്നെയാണ് വിളിച്ചത്. ഇതെന്തൊരു കഷ്ടം. ഈ വീട്ടിലൊന്നും വിളിക്കാനും പറയാനും പറ്റില്ലേ? അമ്മയുടെ മോനെ കേട്ടപാടി കാള പെറ്റുന്ന ഓടിയപ്പോ തന്നെ കയറെടുക്കാൻ വേണ്ടി ഓടിയത് എന്തിനാണ്? ആകാശിനെ കുറിച്ച് അമ്മയുടെ മോനെ ശരിക്കും അറിയില്ല. ആകാശിന്റെ വീട്ടിലേക്കെങ്ങാനും പോയി കഴിഞ്ഞാലേ ആകാശിന്റെ വീട്ടിലെ തോക്കുണ്ട്. എന്റെ അടുത്ത് എനിക്ക് കൈലാസേട്ടൻ പറഞ്ഞിട്ട് നന്നായിട്ട് അറിയാം. ആകാശെ വെടിവെക്കാനും മടിക്കില്ല. ഞാൻ രചനയെ വിളിച്ചത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. രചന അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. മഹേഷ് വരുവാണെങ്കിൽ അതിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞയപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം വേണ്ട വെച്ചിട്ടാണ് ഞാനിപ്പോ വിളിച്ചത്. പക്ഷെ അത് മനസ്സിലാക്കാൻ പോലും അമ്മക്ക് സാധിച്ചില്ലല്ലോ. ഈ കുടുംബം നിലനിർത്തി കൊണ്ടുപോകാനാ ഞാൻ ശ്രമിച്ചത്. പക്ഷെ അതിന് നല്ല വശങ്ങളൊന്നും അമ്മ കാണില്ല. എല്ലാ ചീത്ത വശങ്ങളും മാത്രമേ കാണുള്ളൂ എന്നൊക്കെ അഞ്ജുമ പറയുമ്പോഴേക്കും അതും വിശ്വസിച്ച് സ്വപ്നവലി ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന വീണ്ടും മഹേഷിനെയാണ്. മഹേഷ് ഇങ്ങനെ സ്പീഡിൽ ക്ലബിലേക്കുള്ള വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മഹേഷിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ കാര്യം പോയിട്ട് വീട്ടിൽ പറയുന്നുണ്ട്. നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, മാഷ് പറയുന്നുണ്ട്, മോളെ ഇഷിതേ, അത് വേറൊന്നുമല്ല, മഹേഷിന് അത്രമാത്രം വേദന എടുത്തിട്ടുണ്ടാവും. കാരണം മഹേഷിന്റെ മോനാദി അവനെന്തിനും സംഭവിച്ച അച്ഛനമ്മമാർക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കോ? അത് തന്നെയാ അവൻ പ്രതികരിക്കാൻ വേണ്ടി പോയത് എന്ന് പറയാണ്. ശേഷം മഹേഷ് ആണെങ്കിൽ ആകാശിനെ കണ്ട് അയാളെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മോനെതിരെ നീ തിരിഞ്ഞാലോ അല്ലെങ്കിൽ അവനെ നോവിച്ചാന്ന് ഞാൻ അറിഞ്ഞാലോ നിന്നെ വെറുതെ വിടില്ല. ഈ മഹേഷ് ആണെന്ന് നീ അറിഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ തിരിച്ചു വരുന്നുണ്ട്. ഒരു പോരല് പോലും ഏൽക്കാതെ തിരിച്ചു വരുമ്പോഴേക്കും ചിപ്പി നല്ല ഉറക്കമാട്ടോ. ചിപ്പിനെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ്. അത് കണ്ടുകൊണ്ട് വരുന്ന ഇഷിതനെ കാണിച്ചാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.